റിച്ചർഡ് സ്റ്റീലെ പറയുന്നത്, ശരീരത്തിന് വ്യായാമം എപ്രകാരമാണോ അപ്രകാരം തന്നെയാണ് മനസ്സിന് വായനയുമെന്ന്. കാരണം വായനയ്ക്ക് ഇന്ന് വായനാ ദിനമാണ്. എല്ലാ ആശംസകളും വായനാ ദിനത്തിന് നേരുന്നു. നല്ല വായന നല്ല ചിന്തകൾ ഉടലെടുക്കാൻ നമ്മെ സഹായിക്കുന്ന ഒന്നാണ്. ഞാനൊക്കെ എല്ലാ ദിവസവും അരമണിക്കൂറെങ്കിലും വായനയ്ക്ക് വേണ്ടി മാറ്റിവെക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഏതെങ്കിലും ഒരു നല്ല പുസ്തകം തിരഞ്ഞെടുത്ത് വായനയിലോട്ട് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് നമ്മളുടെ ഉള്ളിലുണ്ടാവുന്ന അഹങ്കാരവും ഉള്ളിലുണ്ടാവുന്ന തികഞ്ഞ ഈ അഹന്തയും അതുപോലത്തെ അല്പസ്വഭാവവും ഒക്കെ മാറി നല്ല ചിന്തകളിലോട്ട് നമ്മെ എത്തിക്കാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ പുസ്തകം എന്ന് പറയുന്നത്. ലാളിത്യവും പുസ്തകം വായിക്കുന്ന അല്ലെങ്കിൽ അറിവ് നേടുന്ന ഓരോ വ്യക്തികളെയും സൂക്ഷ്മതയോടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ആ വ്യക്തികളൊക്കെ ശരിക്കും എത്രമാത്രം ലാളിത്യത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. അവർക്കൊരിക്കലും അഹങ്കാരമോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള അവിവേകമായിട്ടുള്ള ഒരു ബിഹേവിയറോ ഒന്നും തന്നെ ഉണ്ടാവില്ല. കൃത്യമായ ബോധത്തോടുകൂടി ലാളിത്യത്തോടുകൂടി ഡൗൺ ടു എർത്തായിട്ട് സംസാരിക്കാനായിട്ട് ഓരോ വ്യക്തികൾക്കും സാധിക്കും അല്ലെ. അങ്ങനെ അതിനൊരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മുൻ രാഷ്ട്രപതിയായ APJ അബ്ദുൽ കലാം സർ. അദ്ദേഹത്തിന്റെ അറിവുകൾ ആ അറിവുകൾക്ക് മൂല്യമുള്ള അറിവുകളാണ്. അറിവുകൾ മാത്രമല്ല, അദ്ദേഹം നല്ലൊരു വായനാശീലമുള്ള ഒരു വ്യക്തിയാണ് അല്ലെ. നമ്മുടെ പ്രശസ്തനായ മലയാളത്തിലെ നടൻ മോഹൻലാൽ സാറിന്റെ ലാളിത്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അറിവുള്ളവൻ എപ്പോഴും ലാളിത്യത്തിലോട്ട് മാറുന്ന ഒരു വ്യക്തിയായിട്ട് മാറുമെന്നുള്ളതാണ്. അപ്പോൾ അറിവുള്ളവർ മുഴുവനും അവരുടെ ആയിട്ടുള്ള ആ ഒരു വിവേകപൂർണമായ പെരുമാറ്റം അവരിൽ നിന്ന് ഉണ്ടാകും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ കുട്ടിയും ഇപ്പോൾ TV-ക്ക് മുന്നിലിരിക്കുന്ന അല്ലെങ്കിൽ മൊബൈൽ ഫോണിന് മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും 10 ലക്ഷത്തിലേറെ കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും അല്ലെങ്കിൽ അത്തരത്തിലുള്ള അരുതാത്ത ചെയ്തികളുമൊക്കെ കണ്ടു തന്നെയാണ് വളരുന്നത്. ഇവരെന്താണ് ജീവിതത്തിൽ പഠിക്കുന്നത്? എന്താണ് ഇവർ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്? പക്ഷെ ഓരോ വായനയും നമ്മെ ചിന്തിപ്പിക്കുന്നത് നല്ലൊരു ലോകത്തിലേക്കാണ്. നമുക്ക് നല്ല പുസ്തകങ്ങൾ തിരഞ്ഞെടുത്ത് വായിക്കുന്ന ഒരു കുട്ടി നല്ല ചിന്തകളിലേക്കും ക്രിയാത്മകമായ ജീവിതത്തിലേക്കും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കും. അവർക്ക് എപ്പോഴും അവരൊരു പോസിറ്റീവായിട്ടുള്ള ഒരു തോട്ട്സിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നല്ല പുസ്തകങ്ങൾ എടുത്ത് വായിക്കുക. നല്ല വായനാശീലം നല്ല മനുഷ്യനെ വളർത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. എല്ലാ വായനക്കാർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. താങ്ക് യു സോ മച്ച്.